പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നക്ഷത്രജാതകർ ഗംഭീര തിരിച്ചുവരവ് നടത്തുകയാണ്. ഇവരുടെ ജീവിതത്തിൽ ഇനി കത്തിജ്വലിച്ചു നിൽക്കുന്ന സമയം എന്ന് വേണം പറയാനായിട്ട്. ഈ നക്ഷത്രജാതകർ ഒട്ടനവധി സൗഭാഗ്യങ്ങളിലൂടെ കടന്നു പോകുകയാണ് ജൂൺ മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ വളരെ വിശദമായിട്ട് ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം മേടം രാശിയിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ച്. ഇവരുടെ ജീവിതത്തിൽ ധനാഗമങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇന്നു മുതൽ തന്നെ അതിനുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ചിലവുകൾ കുറയുകയും ചെയ്യും. യാത്രകൾ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ ലഭിക്കുന്ന സമയമാണ്. യാത്രകൾ മൂലം ശരീരക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും മനസ്സിന് സന്തോഷം ഉണ്ടാകും പോകുന്ന കാര്യം സാധിക്കുന്നതിൽ. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചില കോൺട്രാക്ട് ജോലികൾ ലഭിക്കാൻ ഉള്ള നല്ല സാധ്യതകൾ തെളിയുന്നുണ്ട്. ഈ സമയങ്ങളിൽ ഇവരുടെ ശത്രുക്കളുടെ ശക്തി കുറഞ്ഞിരിക്കും. സഹോദരങ്ങൾക്കും നല്ല കാലമാണ്. അവരുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ ഊഷ്മളമായിട്ട് നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കും. നല്ല വാക്കുകൾ കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് അവസരങ്ങളുണ്ട്. വാക്കുദോഷത്താൽ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കേണ്ടതായിട്ട് വരും. വിദ്യാർത്ഥികൾക്കും നല്ല കാലമാണ്. ദാമ്പത്യ കലഹങ്ങൾ കുറഞ്ഞിരിക്കും. പൊതുവെ ആദരവും അംഗീകാരവും ലഭിക്കും. വ്യവഹാരങ്ങൾ വിജയത്തിലേക്ക് വരും. വാദബന്ധിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും. ഈ നക്ഷത്രജാതകർ ദോഷശാന്തിക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ മഹാസുദർശന മന്ത്ര പുഷ്പാഞ്ജലിയും കദളിപ്പഴ നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കണം. ഇനി ഇടവക്കൂറിൽ പിറന്ന കാർത്തിക നക്ഷത്രജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ഇവർ മുൻപ് ചെയ്ത നല്ല കർമ്മങ്ങൾക്കുള്ള ഫലം ഇപ്പോൾ ലഭിച്ചു തുടങ്ങും. നല്ല വാക്കുകൾ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ഹൃദയബന്ധിയായ രോഗങ്ങൾക്ക് ചികിത്സയിൽ കഴിയുന്നവർക്ക് ആരോഗ്യം തിരിച്ചു കിട്ടിത്തുടങ്ങും. ആഗ്രഹങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങളും സാധിക്കും. അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നടക്കാൻ ഇടയുണ്ട്. ഓഹരി വിപണിയിൽ ഉള്ളവർക്ക് നല്ല കാലമാണ്. ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ലഭിക്കും. പൊതുപ്രവർത്തകർക്ക് ആദരവ് ലഭിക്കും. തൊഴിൽ ബന്ധിയായിട്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ഇനി തൊഴിൽ മേഖലയിൽ കത്തിജ്വലിച്ചു നിൽക്കുന്നൊരു സമയം കൂടിയാണ് ഈ നക്ഷത്ര ജാതകർ. ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും. പുനർവിവാഹം വേണ്ടവർക്ക് ആലോചനകൾ തുടങ്ങാൻ നല്ല സമയമാണ്. ചിലവുകൾ കുറഞ്ഞു തുടങ്ങും. വിദ്യാഭ്യാസത്തിലെ വായ്പാ ക്ലേശങ്ങൾ മാറിക്കിട്ടും. ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഭൂമി, വാഹനങ്ങൾ തുടങ്ങിയവയുടെ കച്ചവടം നടത്താൻ നല്ല സമയമാണ്. ഇവർ ദോഷശാന്തിക്ക് വിദ്യാർത്ഥികൾ വിഷ്ണു ക്ഷേത്രത്തിൽ വിദ്യാരാജഗോപാല മന്ത്ര പുഷ്പാഞ്ജലിയും മറ്റുള്ളവർ ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്ര പുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കണം. ഇനി മിഥുനക്കൂറിൽ മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് ഒന്ന് നോക്കാം. ചിലവുകളൊക്കെ ഇവരുടെ നിയന്ത്രണങ്ങൾക്കൊപ്പം ആയിരിക്കുന്നതിനാൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ മുന്നോട്ട് ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. പലവിധ ഐശ്വര്യങ്ങളും ഈ ദിവസങ്ങളിൽ ഇവരെ കാത്തിരിക്കുന്നുണ്ട്. സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. പുതിയ തൊഴിൽ തുടങ്ങുന്നവർക്കും
ജോലി തേടുന്നവർക്കും അനുകൂല കാലമാണ്. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും. അഗ്നി മൂലമുള്ള അപകടങ്ങൾ ഒഴിവാകും. കാര്യതടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. കുറച്ച് ശരീരക്ഷീണം കൂടുതൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പ്രമേഹത്തിൻ്റെയും രക്തസമ്മർദ്ദത്തിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾ ഈ സമയത്ത് സൂക്ഷിക്കണം. പല കാര്യങ്ങളും നേടാൻ ശ്രമിച്ചാൽ അത് വിജയത്തിലേക്കെത്തും. സ്ഥിരം ജോലിയുള്ളവർക്ക് ചില സാമ്പത്തിക നേട്ടങ്ങൾ അധികമായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ വസ്ത്രങ്ങൾ ലഭ്യമാകും. ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ മാറിവരും. ധർമ്മകാര്യ പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും. പിതൃജനങ്ങൾക്ക് അരിഷ്ടിത കാലമാണ്. വാഹനങ്ങൾ കൈമാറ്റം ചെയ്യാൻ നല്ല സമയം. വിദ്യാർത്ഥികൾ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. ദോഷശാന്തിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വാരൂഢ മന്ത്രപുഷ്പാഞ്ജലിയും ത്രിമധുര നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കാനായിട്ട് മിഥുനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ചിങ്ങക്കൂറിൽ പിറന്ന മകം, പൂരം, ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. പലവിധ ആപത്തുകളും ദൈവാധീനത്താൽ ഇവരിൽ നിന്ന് ഒഴിഞ്ഞു തുടങ്ങുകയാണ്. ഇവരെ തകർത്ത ശത്രുക്കളുടെ മുൻപിൽ ഇവർക്ക് ഗംഭീര തിരിച്ചുവരവിൻ്റെ കാലം കൂടിയാണ്. കോപം വരുമ്പോൾ ശരവാക്കുകൾ പറയുമെങ്കിലും പിന്നീട് ശാന്തരാകുന്ന പ്രകൃതക്കാർ കൂടിയാണ് ചിങ്ങക്കൂറുകാർ. പൊതുവെ സുഖ അനുഭവങ്ങൾ ഇരട്ടിച്ചു തുടങ്ങുന്ന ദിവസങ്ങൾ അടുത്തെത്തിക്കഴിഞ്ഞു. കർമ്മമണ്ഡലം മെച്ചപ്പെടാനുള്ള എല്ലാ ഭാഗ്യവും ഇവരിൽ കാണുന്നുണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്നവർ കൂടുതൽ മുതൽ മുടക്ക് നടത്താതിരിക്കുക. ചില നഷ്ടങ്ങളിലേക്ക് പോകുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. നാൽക്കാലി വളർത്തുന്നവർക്കും നാൽക്കാലി കച്ചവടക്കാർക്കും നല്ല സമയമാണ്. പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും നല്ല കച്ചവടം കിട്ടും. ആഭരണ കച്ചവടക്കാർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും നല്ല കാലമാണ്. വാദബന്ധിയായ അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സ ലഭിച്ചു തുടങ്ങും. പല ദുഃഖ അനുഭവങ്ങളും മനസ്സിൽ നിന്ന് ഒഴിവാകും. ബന്ധനാവസ്ഥ മാറിക്കിട്ടും. അപമാനത്തിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. പുതിയ തൊഴിലിനായി ശ്രമിക്കുന്നവർക്ക് ഫലം കാണും. വിദേശത്ത് ജോലിയുള്ളവർ കൂടുതലായി ശ്രദ്ധിക്കണം. പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർക്കും കമിതാക്കൾക്കും വിവാഹത്തിനായിട്ട് ശ്രമിക്കാം. മക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം. ദോഷശാന്തിക്ക് ശിവന് ധാര കഴിക്കുകയും ഭഗവതിക്ക് ഐക്യമന്ത്രം പുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുക. ഇനി കന്നിക്കൂറിൽ ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. കിട്ടാനുള്ള തുക കാലതാമസം മാറി കൈവശം വരും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീർക്കാൻ സാധിക്കും. പോലീസ് കേസുകളിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. പ്രായോഗിക ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. വിവാഹമോചന കേസുകൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാണ്. പഴകിയ രോഗങ്ങൾക്ക് സമാധാനം കിട്ടിത്തുടങ്ങും. അഗ്നി കൊണ്ടുള്ള ജോലികളിൽ പ്രത്യേക ശ്രദ്ധ വേണം. സ്നേഹിതന്മാരുമായും ബന്ധുജനങ്ങളുമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂല അവസരങ്ങൾ ഉണ്ടാകും. പുതിയ ഗൃഹനിർമ്മാണത്തിന് പറ്റിയ സമയമാണ്. ഭൂമിയുടെ കച്ചവടങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടക്കും. വലിയ ലാഭം പ്രതീക്ഷിക്കാം. കെമിക്കലുകൾ ഉപയോഗിക്കുന്ന ബ്യൂട്ടീഷ്യന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസത്തിലെ ക്ലേശ അനുഭവങ്ങൾ വിട്ടൊഴിയും. ഇവർ ദോഷശാന്തിക്ക് വിദ്യാർത്ഥികൾ ഗണപതി ഹോമം കഴിക്കുകയും മറ്റുള്ളവർ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കണം. ഇനി തുലാക്കൂറിൽ ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ഉദരവ്യാധികൾക്ക് യുക്തമായ ചികിത്സകൾ ലഭിച്ചു തുടങ്ങും. ഓപ്പറേഷൻ വേണ്ടവർക്ക് വിദഗ്ധ ഉപദേശം തേടേണ്ടതായിട്ട് വരും. മുഖത്ത് ദൈന്യഭാവം ഉണ്ടാകും. ഒരു ലക്ഷ്യവും ഇല്ലാതെ വെറുതെ കുറെ നടന്നവർക്ക് അതിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. ഉൾഭയം വിട്ടൊഴിയും. ധനനേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. എല്ലാത്തിനോടും എപ്പോഴും ഉള്ള കലഹഭാവം കുറഞ്ഞു തുടങ്ങും. സുഖസൗകര്യങ്ങൾ ഉണ്ടാകും. അത് അനുഭവയോഗ്യമാകും. ഗൃഹ ഉപകരണങ്ങൾ മാറ്റിവാങ്ങാൻ സാധിക്കും.
സന്താനങ്ങളുമായി അകന്നു കഴിയുന്നവർക്ക് ഗുണപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വ്യവഹാര കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാത്ത വിധത്തിൽ പെരുമാറാൻ ശ്രദ്ധിക്കുക. ഇവർ ദോഷശാന്തിക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തരി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.